കോട്ടയം നീറിക്കോടുള്ള ആ അഡ്വക്കേറ്റ് ജിസ്മോളുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണം ഓരോ ദിവസവും കഴിയുന്തോറും സങ്കീർണവും ദുരൂഹതയും നിഗൂഢതയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇത്രയും കാലം പൊതുസമൂഹം ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു അവരുടെ വീട് മുതൽ പുഴവക്ക് വരെ ഏകദേശം 10-15ഓളം CCTVകളുള്ള മേഖലകളെ കടന്നുപോയി എന്ന് പറയപ്പെടുന്നതിൻ്റെ CCTV ഫുട്ടേജുകളൊന്നും പുറത്തു വരുന്നില്ലല്ലോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് പൊതുജനങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടെന്നാണോ ഇന്നലെ, അതായത് ഏകദേശം ഒരു 17 ദിവസങ്ങൾക്ക് ശേഷം ചെറിയൊരു CCTV ഫുട്ടേജ് പുറത്തു വന്നിരിക്കുന്നു. ആ CCTV ഫുട്ടേജ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം അവ്യക്തതയാണ് അതിനകത്ത് കാണുന്നത്. അത് ശരിക്കും ജിസ്മോൾ തന്നെയാണോ? അതുപോലെ തന്നെ ജിസ്മോൾ ഷൂ ഒക്കെ ധരിച്ച് വെൽ ഡ്രസ്സിൽ, അത് ഏതോ ഷോപ്പിങ്ങിന് പോകുന്നത് പോലെയാണ് CCTVക്കകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ കൊച്ചാണെങ്കിലും നല്ല സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു കൊച്ചായിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ കൊച്ചിനെ കാണുന്നു പോലുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്, അതായത് അന്നേ ദിവസം 15-ാം തീയതി ഇവർ ഈ പ്രതികളായിട്ടുള്ള ജിമ്മിയുടെ മാതാപിതാക്കളും വീട്ടിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം ഈ ജിസ്മോൾ പുഴവക്കിൽ വന്നു പുഴയിൽ വീണു മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനു മുമ്പ് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്നുള്ള തെളിവുകളായിട്ട് തന്നെ പറഞ്ഞിരുന്നത് ഹാർപ്പിക് എന്ന കീടനാശിനി കഴിച്ചിരുന്നു, കൈഞ്ഞരമ്പ് മുറിച്ചിരുന്നു, അതുപോലെ തന്നെ ഫാനിൽ കെട്ടി മരണപ്പെടുവാനായിട്ട് ഒരുമ്പെട്ടിരുന്നു. അതിൻ്റെ എല്ലാ അടയാളങ്ങളും അവിടെ കണ്ടിരുന്നു. ഇതിനെല്ലാം ശേഷം ഇത്രയും വെൽ ഡ്രസ്സിൽ ഈ ജിസ്മോൾ ആണ് പോയത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ഒരു CCTV ദൃശ്യം അത് നോക്കുമ്പോൾ തന്നെ അറിയാം, അത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, അങ്ങനെ ഒരു CCTV ഉണ്ടെങ്കിൽ ആ 12:37 കാണുന്ന CCTV ദൃശ്യം ആ സ്പോട്ട് മുതൽ തൊട്ടടുത്ത മിനിറ്റുകളിലായിട്ട് മറ്റ് CCTVകളിലെല്ലാം അതുണ്ടാവേണ്ടതാണ്. അതെന്തുകൊണ്ടൊന്നും പുറത്തു വരുന്നില്ല? കാരണം ഇതൊക്കെ ക്രിയേറ്റഡ് എവിഡൻസ് ആയിട്ട്, അതായത് പൊതുസമൂഹത്തെ കബളിപ്പിക്കാനായിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായ ഒരു അതിക്രൂരമായ 3 കൊലപാതകങ്ങൾ മറച്ചു വെക്കുവാനായിട്ട്, അത് ആത്മഹത്യയാക്കി ചിത്രീകരിക്കുവാനായിട്ട് നടത്തുന്ന ചില കുതന്ത്രങ്ങളാണ് ഇവിടെ ഒന്നുകൂടി വ്യക്തമാകുന്നത്. അത് പൊതുജനങ്ങളെ ഇത്രയും ഒരിക്കലും ആക്കാൻ പാടില്ല. ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരൊക്കെ ആണെങ്കിൽ പോലും ഇത് ശരിക്കും പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്ന ചില പദ്ധതികളാണ് എന്ന് തിരിച്ചറിയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ഒരു വോയിസ് മെസ്സേജ് പുറത്തു വന്നത്, അതായത് ആ ബോഡി കണ്ടെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിച്ച സുധീഷ് എന്ന വ്യക്തിയും അതുപോലെ തന്നെ NC സിറിയക് എന്ന കുര്യനായ ഞാനും ആയിട്ട് നടന്ന ഒരു ഫോൺ സംഭാഷണം ഓൾറെഡി അവിടെ വന്നിരുന്നു. അതിനകത്ത് സുധീഷ് പറഞ്ഞിരുന്നത്, അതായത് ആ ബോഡി പുഴയിൽ കണ്ട ബോഡി അവിടെ വള്ളക്കാർ കണ്ടതിന് ശേഷം പോലും കൂടെ അതെടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഇളയ കുഞ്ഞ് പൊന്തി വന്നിരുന്നു. പിന്നെ ചെന്ന് ആ കുഞ്ഞിനെ എടുത്തതിന് ശേഷം ഈ ബോഡി വന്നെടുക്കുന്നത്. അത്രയും ആ സമയങ്ങളിലെല്ലാം അത് വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ബോഡി എടുത്തതിന് ശേഷം ആ ബോഡിയിൽ സ്വാഭാവികമായ ശരീരത്തിൻ്റെ ഊഷ്മാവായിട്ട് തന്നെ അനുഭവപ്പെട്ടിരുന്നു എന്നാണ് സുധീഷ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പായിരിക്കണം ആ സ്ത്രീ ആ പുഴയിൽ ചാടി മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ നമുക്ക് അനുമാനിക്കേണ്ടത്. പക്ഷേ അതിനകത്ത് ആ ബോഡി എടുത്ത് കരയിൽ കടത്തി അത് വെള്ളം കളയാനായിട്ട് വയറ് ഞെക്കിയപ്പോൾ വയറ്റിൽ നിന്നും വെള്ളം വരുന്നില്ല, പകരം നുരയും പതയുമാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ വാഹനത്തിൽ വെച്ചും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അന്നേരവും വായിൽ നിന്നും നുരയും പതയുമാണ് വരുന്നത്. അതിന് ഭയങ്കരമായ ദുർഗന്ധമാണെന്നും പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഹാർപ്പിക് ലോഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിച്ചതിൻ്റെ അതും അല്ലെങ്കിൽ ഈ മരണം അതിനെല്ലാം കുറേ സമയങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ട്, അതായത് തലേ ദിവസം മരണം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വയറ്റിൽ നിന്നും വരുന്ന നുരയ്ക്കും പതയ്ക്കും ഭയങ്കരമായ ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും നമുക്ക് ഇവിടെ എടുത്ത് കാണേണ്ടത് തന്നെയാണ്. ഇനി അതിനകത്ത് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിന്നിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ജീവനോടുകൂടി വെള്ളത്തിൽ പോയി എന്നാണല്ലോ പറയപ്പെടുന്നത്, നമുക്ക് അനുമാനിക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് വെള്ളം കുടിച്ചില്ല? അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനല്ലേ. കാരണം ജീവനുള്ള ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശ്വാസം മുട്ടുമ്പോൾ വെള്ളം കുടിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ വെള്ളം ആണല്ലോ ഒരു വെള്ളം കളയാനായിട്ട് കരയിൽ കയറ്റി കിടത്തി വയറ് ഞെക്കി പിടിച്ചപ്പോഴും വെള്ളം വരുന്നില്ല. അതുപോലെ തന്നെ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും വയറ് ഞെക്കി പിടിച്ചപ്പോൾ വെള്ളം വരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മരണപ്പെട്ടതിന് ശേഷമാണ് ആ ബോഡി ആ വെള്ളത്തിൽ ചെന്നത് എന്ന് വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഊഷ്മാവ്, ശരീര ഊഷ്മാവൊക്കെ അളക്കാൻ മാത്രം സുധീഷിന് അത്ര വ്യക്തത ആ ഒരു സന്ദർഭത്തിൽ കിട്ടിയോ എന്നുള്ളത് ഒരു സംശയം മാത്രമാണ്. സ്വാഭാവികമായിട്ടും അത് ആ നട്ടുച്ച സമയത്തുള്ള വെയിലിൻ്റെ ചൂട് എന്തെങ്കിലും അനുഭവപ്പെട്ടതായിരിക്കാം എന്ന് തന്നെയാണ് എനിക്കതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം കൂടെ അവിടെ സുധീഷ് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഈ ജിസ്മോളുടെ ശരീരത്തിൻ്റെ പുറകുവശത്തായിട്ട് വലിയൊരു പൊള്ളലേറ്റ, അതായത് ഒരു ഓസ്തിയുടെ വലിപ്പത്തിലുള്ള ഒരു പൊള്ളലേറ്റ ഒരു മുറിവ് വ്യക്തമായിട്ട് കണ്ടു. അത് തൊലി മാറിക്കിടപ്പുണ്ട്. അത് മരത്തിൻ്റെ കൊമ്പിലോ മറ്റെവിടെയോ തട്ടി ഉണ്ടായിരിക്കുന്നതല്ല, കൃത്യമായിട്ട് ഒരു പൊള്ളൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് അവരുടെ ഈ ഇതിലെ പ്രതികളായിട്ടുള്ളവരുടെ വീട്ടിൽ വെച്ച് സംഭവിച്ചിരിക്കുന്ന കാര്യമായിരിക്കണമല്ലോ. വ്യക്തമായിട്ടും അങ്ങനെ തന്നെ ആണ് സുധീഷും പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവിടെ വീട്ടിൽ അതിക്രൂരമായ പീഡനങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമുക്കറിയാം, ചില കഥകളിൽ കേൾക്കുന്നത് പോലെയും പഴയ കാലത്തൊക്കെ ഉള്ള ചില തറവാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് പോലെയും ചട്ടകം പഴിപ്പിച്ച് വെക്കുക, പൈപ്പ് പഴിപ്പിച്ച് വെക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് അടുപ്പിൽ ഇരുമ്പ് പൈപ്പ് വെച്ച് പഴിപ്പിച്ചതിന് ശേഷം